ആവർത്തനം അധ്യായം 6. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. നിങ്ങൾ കൈവശപ്പെടുത്തുവാൻ എത്തുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലം മുഴുവനും നീയും നിന്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ കർത്താവായ ദൈവത്തിൻ്റെ എല്ലാ നിയമങ്ങളും കൽപ്പനകളും പാലിക്കാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ ദൈവം നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും വിധികളും ഇവയാകുന്നു. ആകയാൽ ഇസ്രായേലേ, നിനക്ക് ശുഭമായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ഉത്സാഹപൂർവം അനുസരിച്ച് നടക്കുക. ഇസ്രായേലേ, കേൾക്കുക, ദൈവം നമ്മുടെ കർത്താവാകുന്നു, ദൈവം ഏകനാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഇത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ മുദ്രയായി ഇരിക്കണം. അവ നിന്റെ വീടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതണം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ കരുതി വയ്ക്കാത്ത സകലസമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവു തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തിപ്പെടുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. നീ അവനെ സേവിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിന്റെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മധ്യേ വൈരാഗ്യമുള്ള ദൈവമാകുന്നു. നിങ്ങൾ മസ്സായിൽ വച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും നിയമങ്ങളും നിങ്ങൾ ഉത്സാഹത്തോടെ പാലിക്കണം. നിനക്ക് നന്നായിരിക്കുവാനും ദൈവം നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നല്ല ദേശം നീ കൈവശമാക്കേണ്ടതിനും കർത്താവ് അരുളി ചെയ്തതുപോലെ നിന്റെ ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയേണ്ടതിനുമായി നീ ദൈവസന്നിധിയിൽ ന്യായവും ഹിതവുമായത് ചെയ്യണം. നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും നിയമങ്ങളും വിധികളും എന്തെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിച്ചാൽ നീ നിന്റെ മകനോട് പറയേണ്ടത്, ഞങ്ങൾ മിസ്രയീമിൽ ഫറവോന് അടിമകളായിരുന്നു. എന്നാൽ ദൈവം ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു.
മിസ്രയീമിന്റെയും ഫറവോന്റെയും അവന്റെ സകല കുടുംബത്തിൻ്റെയും മേൽ ഞങ്ങൾ കാണുകയും ദൈവം മഹത്വവും ഉഗ്രവുമായുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. ഞങ്ങളെ താൻ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് കൊണ്ടുവന്നാക്കേണ്ടതിന് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. എപ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുവാനും ഈ എല്ലാ നിയമങ്ങളും ആചരിപ്പാനും ദൈവം നമ്മോട് കൽപ്പിച്ചു. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവൻ്റെ സന്നിധിയിൽ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം സൃഷ്ടിക്കുമെങ്കിൽ നാം നീതീകൃതരാകും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.